നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA മലയാളം 2ാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ ചരിത്രപഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോഴുള്ളത്. കണ്ണശ്ശ സ്മാരകം മലയാള ഭാഷയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ആ കണ്ണശ്ശ സ്മാരകത്തിലേക്ക് നമുക്ക് ഒന്ന് പോയാലും. മലയാളത്തിൻ്റെ പാട്ട് പ്രസ്ഥാനത്തിലെ പരിവർത്തന കാലഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്ന കവികളാണ് കണ്ണശ്ശ കവികൾ എന്നറിയപ്പെടുന്ന നിരണം കവികൾ. രാമൻ, ശങ്കരൻ, മാധവൻ എന്നിവരാണ് ഈ കവിത്രയം. നിരണം കവികളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ കണ്ണശ്ശപ്പറമ്പ് ഇന്നൊരു സ്മാരകമാണ്. തൃക്കപാലീശ്വരൻ അവരുടെ പരദേവതയായിരുന്നു. എഴുത്തച്ഛനും മാർഗദർശിയായിരുന്ന കണ്ണശ്ശരാമായണവും ഭാരതവും പിറന്ന മണ്ണിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. മലയാള ഭാഷയിൽ കണ്ണശ്ശ കവികളുടെ സ്ഥാനം നിർണായകമാണ്. നവീന മലയാളത്തിലേക്കുള്ള മാറ്റം ഇവരുടെ കൃതികളിൽ കാണാം. ചെറുശ്ശേരിയിലൂടെ എഴുത്തച്ഛനിലൂടെ പൂർണ്ണതയെത്തിയ കൈരളിയുടെ സൗന്ദര്യം ആദ്യം ദർശിക്കുന്നത് കണ്ണശ്ശ കൃതികളിലാണല്ലോ. ഇതു നിരണത്തു കപാലീശ്വരമാർന്നീടിന പശുപതി തന്നരുളാലേ യുധമോടവൻ തിരുവടിയുടെ ചരിതമീ അമ്പുവതിന്നു തുനിഞ്ഞിതു മുറ്റും. ആരാണ് കണ്ണശ്ശൻ്റെ രാമൻ? കണ്ണശ്ശൻ്റെ രാമൻ ഇതാണ്. ഇത് നിജ പാപം കളവൻ പുരുഷോത്തമ കഥ ചോൽക തുനിഞ്ഞൻ. പുരുഷന്മാർ ഉത്തമനായ ആളിനെ അന്വേഷിച്ചാണ്. അതാണ് രാമൻ എന്നാണ് കണ്ണശ്ശന്മാർ പറയുന്നത്. കണ്ണശ്ശ സ്മാരക സമിതിയും വായനശാലയും ഈ സ്മരണ നിലനിർത്തുന്നതിനും തലമുറകളിലേക്കുള്ള കൈമാറ്റത്തിനുമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് മാതൃകാപരമാണ്. സാധാരണക്കാരന് മനസ്സിലാകും വിധം ലളിതമായി വാൽമീകി രാമായണം സമ്പൂർണമായി വിവർത്തനം ചെയ്ത രാമൻ്റെ മറ്റു കൃതികളാണ് ശിവരാത്രി മഹാത്മ്യം, ഭാരതം തുടങ്ങിയവ. ഭഗവത്ഗീതയെ മലയാളത്തിന് പരിചയപ്പെടുത്തിയത് മാധവൻ്റെ ഭാഷാ ഭഗവത്ഗീതയാണ്. ശങ്കരൻ്റെ ഭാരതമാലയും മലയാളത്തിന് അമൂല്യ സംഭാവനകൾ ചെയ്തവയാണ്. ചരിത്ര കൗതുകങ്ങൾ അവസാനിക്കുന്നില്ല. ഇനി വീണ്ടും ഇതുപോലൊരു യാത്രയുമായി നമുക്ക് കാണാം.